ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 10-30 നാരങ്ങയുടെ അടുത്തുണ്ടാവും. അതിന് പറ്റിയ ഒരു അളവിലാണ് കേട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നാരങ്ങ നമുക്ക് ആദ്യം വൃത്തിയായിട്ടൊന്ന് കഴുകി ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. വെള്ളം നനവ് പാടില്ല. ഞാനിതുപോലെ എല്ലാ നാരങ്ങയും തുടച്ചെടുക്കാൻ പോവുകയാണേ. അങ്ങനെ വെള്ളം നനവൊക്കെ മാറ്റി നമുക്ക് നാരങ്ങേനെ 4 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ബാക്കിയുള്ള നാരങ്ങേനെയും കൂടി ഇതുപോലെ 4 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ ബാക്കിയുള്ള എല്ലാ നാരങ്ങയും 4 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് അച്ചാറിടുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വേണ്ടത് നല്ലെണ്ണയാണ്, വെളിച്ചെണ്ണയല്ല. അത് ഒരു കയ്യിൽ നമ്മളൊരു കൂട്ടാനെടുക്കണ ഒരു കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഒരു കയ്യിൽ നല്ലെണ്ണ എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എണ്ണയും നാരങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ നിന്നാലും കുഴപ്പമില്ല. നാരങ്ങ കുറച്ച് പുളിയുള്ളതാണല്ലോ, അപ്പോൾ ഉപ്പും പുളിയും ഈക്വലായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് എങ്ങനെയും വേണ്ടി വരും. നാരങ്ങയുടെ തോട് ഇത്തിരി നല്ല കട്ടിയുള്ളതാണെങ്കിൽ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാരങ്ങയുടെ വെള്ളം മുഴുവനും അതിലിറങ്ങിയിട്ടുണ്ടാവും. വേറെ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. പൊടികളൊക്കെ ഒന്ന് ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു നാരങ്ങ കറിയാണിത്. നമുക്കിതിലേക്ക് ഇനി വറവിട്ട് കൊടുക്കാം. ഒരു ചെറിയ പാൻ എടുക്കുന്നു. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്കൊരു 3/4 ടീസ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.